ഹലോ ഗായ്സ്, ഇതിൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ കുറച്ച് വരച്ച പെയിൻറ്റിങ്സ് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ വരച്ചതാണ് കേട്ടോ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ വരയ്ക്കാറുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെ വരച്ച് നോക്കാം. പക്ഷെ ഞാൻ വരച്ച അത്ര ഇത് റെഡി ആയിട്ടില്ല, കാരണം എവിടെ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് കിട്ടിയില്ല, കാരണം എൻ്റെ പെയിൻറ്റ് ഏകദേശം തീർന്നിരിക്കുകയായിരുന്നു. കാരണം അതുപോലെ ചുമ്മാ ഇങ്ങനെ വരച്ചിരുന്ന് ഉള്ള സാധനം മൊത്തമൊക്കെ വരയ്ക്കായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ പെയിൻറ്റ് തീർന്നിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഞാൻ വേഗം തട്ടിക്കൂട്ടി വരച്ചതാണ്. പിന്നെ ജസ്റ്റ് ഹോബിന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഹോബിയൊന്നും അല്ല ഗൈസ്, ജസ്റ്റ് ചുമ്മാ വന്നിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നില്ലേ, ഒന്ന് വരച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ തോന്നി വരച്ചതാണ് കേട്ടോ. എനിക്കതുപോലെ തന്നെ എഴുതാൻ ഇഷ്ടമാണ്, റൈറ്റിംഗ് ഇഷ്ടമാണ്, റീഡിങ് ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യമാണ് ഈ ഡ്രോയിങ്ങും. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ വരയ്ക്കുന്നതിനൊക്കെ ഇഷ്ടം കൂടുതൽ കളർ അടിക്കാനാണ് കേട്ടോ. ഈ കളറിങ് ബുക്സിലൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. കാരണം ഞാൻ വരയ്ക്കാൻ അത്ര സ്റ്റേബിൾ അല്ല ഇപ്പോഴും. എവിടെ വരച്ച് കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് തെറ്റിപ്പോകും എപ്പോഴും. അതുകൊണ്ട് തന്നെ വരയ്ക്കുന്നതിനൊക്കെ കൂടുതൽ ഇഷ്ടം എനിക്ക് എന്ന് പറഞ്ഞാൽ കളർ അടിക്കാനായിരിക്കും. ഞാനതുകൊണ്ട് നല്ല അടിപൊളിയിട്ട് പെതുക്കെ ഇരുന്നാണ് ആ ഷെയ്ഡ് കൊടുത്ത മണ്ടയ്ക്ക് ബ്ലൂ ഒക്കെ ചെയ്തത് പെതുക്കെ ഇരുന്നാണ്. പിന്നെ എനിക്ക് മേഘം വരയ്ക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ ബ്രഷിൻ്റെ അകത്ത് ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ട് എടുത്തപ്പോഴത്തേക്ക് ആ കളറിനകത്തേക്ക് കുറച്ച് ലിക്വിഡ്നെസ് കൂടിപ്പോയി, ബ്ലാക്ക് കളറിൻ്റെ. അതുകൊണ്ടാണ് അത് റെഡി ആവാതെ വന്നത്. പിന്നെ നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ജസ്റ്റ് ഇങ്ങനെ പെതുക്കെ വരച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ മേഘത്തിന് ഞാൻ ആ കറുപ്പിലേക്ക് കുറച്ച് വൈറ്റ് കൊടുത്തു. പിന്നെ എനിക്ക് എന്തോ ഒരു പോരായ്മ തോന്നിയപ്പോഴത്തേക്ക് ഞാൻ വൈറ്റ് വെച്ചിട്ടൊരു ഫൈനൽ ടച്ചും കൊടുത്തു, കുറച്ച് സ്റ്റാർസ് പോലെ. പിന്നെ ഞാൻ സൈഡിലുള്ളതൊക്കെ അങ്ങ് വലിച്ചൂരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു സൈഡിൽ കൂടെ പേപ്പർ ഇങ്ങനെ ഇളകിപ്പോയിരുന്നു. കൈയാണെങ്കിൽ തൊടാൻ പറ്റില്ല നമുക്ക് ആ പിക്ചറിൽ, കാരണം അത് അത്ര ഉണങ്ങിയിട്ടില്ല. അത് മാത്രമല്ല എൻ്റെ കൈ നിറച്ചും കളറായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ അത് വലിച്ചൂരി. അപ്പോഴും എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നിയോണ്ട് ഞാൻ സൈഡിൽ മറ്റേ പിടിച്ച ഭാഗത്തൊക്കെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് കൊടുത്തു. അപ്പം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.